തലസ്ഥാനത്ത് നരേന്ദ്രമോദിയെയും ബി ജെ പിയെയും അമ്പരപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും കസറുകയാണ്. രാജ്യതലസ്ഥാനം അക്ഷരാർത്ഥത്തിൽ പ്രതിഷേധ കളമാകുന്ന സാഹചര്യമാണ് ഡൽഹിയിൽ നിന്ന് പുറത്തു വരുന്നത്. ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ്. അക്ഷരാർത്ഥത്തിൽ ബി ജെ പിയും നരേന്ദ്രമോദിയും വലിയ ഞെട്ടലിലാണ് എന്ന വിവരങ്ങളാണ് ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിവാദത്തിൽ സി ജെ പി വലിയ പ്രതിഷേധം നടത്തി. കഴിഞ്ഞ ദിവസം പാർലമെന്റ് മാർച്ച് നടത്തുന്ന സാഹചര്യമുണ്ടായി. ആ മാർച്ചിൽ സി ജെ പി പ്രവർത്തകരെ, രാജ്യത്തെ വിദ്യാർത്ഥികളെ മോദിയുടെ പോലീസ് അതിക്രൂരമായി തല്ലിച്ചതയ്ക്കുന്ന കാഴ്ച രാജ്യം കണ്ടു. എന്നാൽ നാഷണൽ മാധ്യമങ്ങളൊന്നും തന്നെ ആ വാർത്ത വലിയ വാർത്തയാക്കാതെ വിട്ടു. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി നീറ്റ് വിവാദ വിഷയത്തിൽ സി ജെ പിയോട് കൈകോർക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് പരസ്യമായൊരു പിന്തുണ പ്രഖ്യാപിക്കുന്നു പോലുമില്ല എന്ന ചോദ്യം പല കോണുകളിൽ നിന്ന് ഉയർന്നു. എന്നാൽ ഇന്ന് അതിനൊരു ഉത്തരമായിരിക്കുന്നു. രാഹുൽ ഗാന്ധി അപ്രതീക്ഷിതമായിട്ടൊരു പ്രതിഷേധം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിക്ക് മുന്നിൽ സംഘടിപ്പിക്കുന്നു. അവിടേക്ക് കോൺഗ്രസ് നേതാക്കൾ എത്തുന്നു, കോൺഗ്രസിന്റെ പ്രമുഖ മുഖ്യമന്ത്രിമാരെത്തുന്നു. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും മറ്റ് കോൺഗ്രസ് നേതാക്കളും എത്തിയതോടെ കോൺഗ്രസ് പ്രവർത്തകർ അവിടേക്ക് ഒഴുകിയെത്തുന്നു. മോദി ഒരു തരത്തിലും പ്രതീക്ഷിക്കാത്തൊരു നീക്കമായിരുന്നു രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും ഭാഗത്തു നിന്ന് ഇന്ന് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ ഉണ്ടായത്. പോലീസുകാർക്ക് ആദ്യഘട്ടത്തിൽ അവരെ പിന്തിരിപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ പ്രതിസന്ധിയിലാകുന്ന കാഴ്ച നമ്മൾ കണ്ടു. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ഇമേജ് അല്പം ഉയർന്നിരിക്കുകയാണ്. കടുത്ത തീരുമാനവുമായി രാഹുൽ മുന്നോട്ട് പോകുന്നു. ബി ജെ പി അല്പം ഒന്ന് വിറച്ചിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. കാരണം സി ജെ പി ആയിരുന്നു ഇതുവരെ പ്രതിഷേധം നടത്തിയിരുന്നത്. കോൺഗ്രസ് പരസ്യമായൊരു പിന്തുണ അവർക്ക് നൽകിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ രാഹുലിന്റെ ഈ നീക്കം ബി ജെ പിയെ ടെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു. കേന്ദ്രമന്ത്രി നേരിട്ട് 10 മിനിറ്റിനുള്ളിൽ രാഹുൽ പ്രധാനമന്ത്രിയുടെ വസതിയിൽ പ്രതിഷേധത്തിനെത്തി. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അവിടേക്ക് കേന്ദ്രമന്ത്രി നേരിട്ടെത്തി രാഹുൽ ഗാന്ധിയെ അനുനയിപ്പിക്കാനുള്ള ശ്രമം നടത്തി. ബി ജെ പിക്ക് വലിയ നാണക്കേടാണ് ഇന്ന് ഉണ്ടായത്. എന്തായാലും നരേന്ദ്രമോദി അല്പം വിറച്ചിരിക്കുകയാണ്. കാര്യങ്ങൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ തൻ്റെ അധികാര കസേരയ്ക്ക് ഇളക്കം തട്ടുമെന്ന് രാജ്യത്തെ പ്രധാനമന്ത്രിക്കും ബി ജെ പിക്കും മനസ്സിലായി. അതുകൊണ്ട് തന്നെ ബി ജെ പി ഇനി കരുതലോടെ മാത്രമേ മുന്നോട്ട് നീങ്ങുകയുള്ളൂ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ഉടൻ തന്നെ ഉണ്ടാകും എന്ന ചില സൂചനകൾ പുറത്തേക്ക് വരികയാണ്. രാജിയില്ലാതെ പ്രതിഷേധങ്ങൾക്ക് അയവ് വരില്ല. അത് മോദിയെ വല്ലാതെ ഭയപ്പെടുത്തുന്നുമുണ്ട്. മോദിയുടെ കസേര ഇളകി തുടങ്ങിയോ എന്ന ചോദ്യം രാജ്യമെമ്പാടും ഉയർന്നിരിക്കുകയാണ്. പ്രതിഷേധം ഒരു പരിധി വിടുകയാണെങ്കിൽ ബി ജെ പിക്ക് ഇനി പിടിച്ചു നിൽക്കുക അസാധ്യമായിരിക്കും.